ഇപ്പോൾ സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ KSU പ്രതിഷേധിക്കുന്നുണ്ട്. പാലക്കാട് എക്സൈസ് ഓഫീസിലേക്കാണ് KSUവിന്റെ പ്രതിഷേധം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. KSUവിന്റെ പ്രതിഷേധം എക്സൈസ് ഓഫീസിലേക്കാണ്. ലഹരി വ്യാപനം അത് വർദ്ധിക്കുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ് KSUവിന്റെ ആരോപണം. അതിനുള്ള പ്രതിഷേധമാണ്. പോലീസുമായി ഉന്തും തള്ളും വാക്കുതർക്കവും ഉണ്ടാകുന്നുണ്ട്. KSUവിന്റെ പ്രതിഷേധമാണ് പാലക്കാട് നടക്കുന്നത്. ലഹരി വ്യാപനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇന്നലെ നിയമസഭയിൽ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നിരുന്നു. ഒരുമിച്ച് മുന്നേറണം ലഹരി വിപത്തിനെതിരെ എന്നുള്ളതാണ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. പ്രതിപക്ഷവും സർക്കാരും ഒരുമിച്ച് ഇതിൽ സമൂഹത്തിന്റെ കൂടി പിന്തുണയോടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിലൂടെ ലഹരി വ്യാപനത്തെ നിയന്ത്രിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ KSU പ്രതിഷേധിക്കുകയാണ് പാലക്കാട്ട് ലഹരി വ്യാപനത്തിനെതിരെ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, KSUവിന്റെ പ്രതിഷേധം എക്സൈസ് ഓഫീസിലേക്കാണ്. ഇപ്പോൾ ഉന്തും തള്ളും ഒക്കെ കാണുന്നുണ്ട്. വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ, എക്സൈസ് ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KSUവിന്റെ ഏതാണ്ട് 100ഓളം വരുന്ന പ്രവർത്തകർ അല്പസമയം മുൻപാണ് ഇവിടേക്ക് ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് അവരെ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിനുശേഷം പ്രവർത്തകർ അക്രമാസക്തമാവുകയായിരുന്നു. ഇപ്പോൾ വനിതാ പോലീസിന് നേരെ അടക്കം പ്രവർത്തകർ ആക്രോശിച്ച് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. KSUവിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡ് വലിയ തോതിൽ മുറുക്കി കെട്ടിയതിനാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ ഭേദിച്ച് എക്സൈസ് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ CI ആദം ഖാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ പ്രതിരോധവുമായി രംഗത്തുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം. പോലീസ് ലാത്തി വീശുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോലീസുകാരുണ്ട്. കഴിഞ്ഞ തവണത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ അനുഭവമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തുണ്ട്. സ്വാഭാവികമായി അവർക്ക് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ അവർ വളരെ സംയമനത്തോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ തള്ളിക്കയറുകയാണ്. പോലീസ് നേരെ ആക്രമണം നടത്തുന്ന പോലീസിനെ ഏതാണ്ട് ആക്രമിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകരെ തള്ളി മാറ്റുകയാണ് പോലീസ്. എന്തായാലും സംഘർഷത്തിന് യാതൊരു തരത്തിലുള്ള അയവുമില്ല. പോലീസ് ഏതാണ്ട് ലാത്തി ചാർജ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് ആ പ്രദേശത്ത് നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം KSU ഒരു ഭാഗത്ത് ഉയർത്തുമ്പോൾ പോലീസ് തള്ളി മാറ്റാതെ ലാത്തി ചാർജ് ചെയ്യാതെ അവരെ തള്ളി മാറ്റുന്ന കാഴ്ചയാണ്. എന്തായാലും വലിയ പ്രവർത്തകരുടെ ഒരു പോലീസുകാരുടെ തൊപ്പിയടക്കം അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. പോലീസുകാരനെ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും പ്രവർത്തകർ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും അതിനനുസരിച്ച് തന്നെയാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. ലഹരി വ്യാപനം സംസ്ഥാനത്ത് വ്യാപകമാണ്. അത് തടയാൻ സർക്കാരും എക്സൈസ് വകുപ്പും ഒന്നും ചെയ്യുന്നില്ല. എക്സൈസ് മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പോലും ലഹരി വ്യാപനം വ്യാപകമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകും തന്നെയാണ് KSU നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് അവർക്ക് പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. KSUവിന്റെ മുതിർന്ന നേതാക്കൾ ആരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്, നേതൃത്വം നൽകുന്നത്? ശ്രീജിത്ത്. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹമാണ് അല്പസമയം മുൻപ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. KSUവിന്റെ ഇവിടുത്തെ ജില്ലാ നേതാക്കളായ നിഖിൽ കണ്ണാടി അടക്കമുള്ള ആളുകൾ ഈ സമരത്തിലുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അടക്കം, അജാസ്, KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഇതിലുണ്ട്. എന്തായാലും ഏതാണ്ട് ഒരു 100ഓളം വരുന്ന പ്രവർത്തകരാണ്. ഇപ്പോൾ പ്രവർത്തകരെ ശാന്തമാക്കാൻ വേണ്ടി പോലീസ് പരമാവധി അവരുടെ നേതാക്കളുമായി സംസാരിക്കുകയാണ്. പോലീസുകാരെ പരമാവധി പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ ലാത്തിചാർജ് ചെയ്യാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രകോപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. എന്തായാലും എക്സൈസ് ഓഫീസ് ഇനിയും ഒരു 100 മീറ്റർ അപ്പുറത്താണ്. അവിടേക്ക് എന്തായാലും കടത്തിവിടില്ല എന്നൊരു ശക്തമായ നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഒരു ഭാഗത്ത് KSU നടത്തുമ്പോൾ അവർ പോലീസ് പ്രതിരോധം തീർത്തുകൊണ്ട് പോലീസ് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. KSUവിന്റെ ജില്ലാ നേതാക്കൾ നിഖിൽ കണ്ണാടി അടക്കമുള്ള ആളുകളാണ്. ഇതാ വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുന്നു. പോലീസുമായി പരമാവധി KSU പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ പാലക്കാട് നിന്ന് കാണാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസ് തല്ലി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു പോലീസുകാരൻ നേർക്ക് പാഞ്ഞെടുക്കുന്നത്. എന്തായാലും പോലീസ് കാര്യമായ രീതിയിൽ ലാത്തിചാർജ് നടത്താനൊന്നും തന്നെ ഒരു ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല. അവർ ഉന്തി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പ്രവർത്തകരുടെ ഒരു ബാഹുല്യം, അതുപോലെ തന്നെ നേതാക്കളുടെ ഇടപെടൽ സംഘർഷത്തിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഒരു മൂലയിൽ നിൽക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. KSUവിനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചു പോവുകയാണ്. KSU റോഡ് ഉപരോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഡ് ഉപരോധത്തിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്ക്
KSU പോകുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ റോഡ് ഉപരോധിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട പാതയാണ് സിവിൽ സ്റ്റേഷന് മുൻ പരിസരം. സിവിൽ സ്റ്റേഷന് മുൻവശത്ത് ഉപരോധം തീർക്കാൻ KSU പ്രവർത്തകർ പോകുന്നു. പോലീസ് അവരുടെ പുറകെ പോലീസുമുണ്ട്. എന്തായാലും പോലീസുമായി ഏറെ നേരം സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ ഉന്തും തള്ളും നടത്തിയെങ്കിലും പോലീസ് ലാത്തി വീശാൻ തയ്യാറായില്ല. അതോടുകൂടി KSU പ്രവർത്തകർ തിരികെ റോഡിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. KSUവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകർ എല്ലാവരും തന്നെ എത്തിച്ചേർന്ന് റോഡ് ഉപരോധം ആരംഭിച്ചിരിക്കുന്നു. KSUവിന്റെ റോഡ് ഉപരോധം ആരംഭിച്ചിട്ടുണ്ട്. അവരിതാ റോഡിൽ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും KSUവിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളുമായി അവർ നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ്. പോലീസുമായി വീണ്ടും സംഘർഷത്തിലേക്ക്. പോലീസ് റോഡ് ഉപരോധം തടയുന്നു. പോലീസ് റോഡ് ഉപരോധം തടയുകയാണ്. സ്വാഭാവികമായി KSU പ്രവർത്തകമായി സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. പോലീസിന് അവർക്ക് ഈ റോഡിൽ നിന്ന് മാറ്റിയേ പറ്റൂ. പോലീസിന് ആളുകൾ ഈ റോഡിൽ നിന്ന് പൂർണ്ണമായി മാറ്റിയേ പറ്റൂ. പോലീസ് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. ഈ ഒരു ഭാഗത്ത് പക്ഷേ KSU പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ഒരു കാഴ്ച. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല.